കുട്ടനാട്ടിൽ CPM-CPI പോരുമുറുകുന്നു. രാമങ്കരി പഞ്ചായത്തിൽ അവിശ്വാസം പാസായതോടെയാണ് ഏറെ നാളായി പുകഞ്ഞു തുടങ്ങിയ പോര് മറനീക്കി പുറത്തുവന്നത്. പാർട്ടിയുമായി ഭിന്നതയിലായ CPM-കാരനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാനായിരുന്നു കോൺഗ്രസുമായി ചേർന്ന CPM രാമങ്കരിയിൽ അവിശ്വാസം പാസാക്കിയത്. രാമങ്കരി പഞ്ചായത്തിൽ അവിശ്വാസം പാസായതോടെ CPM-നുള്ള വിഭാഗീയതയും CPI-യുമായുള്ള പോരും വീണ്ടും ശക്തമാവുകയാണ്. CPM ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച് പിന്നീട് വിമത വിഭാഗത്തിന്റെ നേതാവായ R. രാജേന്ദ്രകുമാറിനെ പുറത്താക്കുക എന്നത് CPM നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. അതിനായി UDF-നെ കൂട്ടുപിടിച്ചു. UDF-നൊപ്പം CPM ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നുള്ള 4 അംഗങ്ങൾ അവിശ്വാസത്തിൽ വോട്ട് ചെയ്തു. അതോടെ പാർട്ടി തീരുമാനം പൂർത്തിയായി. CPM ശക്തി കേന്ദ്രമായ കുട്ടനാട്ടിൽ പാർട്ടി അംഗങ്ങളും പോഷക സംഘടനാ ഭാരവാഹികളുമടക്കം നിരവധി പേർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് CPI-യിലേക്ക് പോകാൻ കാരണം രാജേന്ദ്രകുമാറാണെന്നാണ് CPM ഏരിയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. UDF കൊണ്ടുവന്ന അവിശ്വാസത്തെ CPM പിന്തുണച്ചതും നേതാക്കളുടെ അറിവോടെ തന്നെ. രാമങ്കരിയിലെ അവിശ്വാസ വിഷയത്തിൽ CPM-CPI ജില്ലാ സെക്രട്ടറിമാർ ആരോപണങ്ങളുമായി നേർക്കുനേർ രംഗത്തെത്തി. കോൺഗ്രസ് കൂട്ടുകെട്ടിൽ സ്വന്തം പാർട്ടി പ്രവർത്തകനെതിരെ അവിശ്വാസം പാസാക്കിയ CPM-ന്റേത് അവസരവാദ സമീപനമാണെന്നായിരുന്നു CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസിന്റെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിൽ ഒരു വിഭാഗം CPM കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ രഹസ്യധാരണ ഉണ്ടായിരുന്നുവെന്ന ആരോപണം രാജിവെച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറും ഉന്നയിച്ചു. ഞാൻ പറയുകയാണ്, UDF-ന്റെ പല പ്രമുഖ നേതാക്കന്മാരും ഈ അവിശ്വാസം ഒപ്പിട്ട് കൊടുത്തിട്ട് പോലും അറിഞ്ഞില്ലെന്നുള്ള സത്യമാണ്. ഇപ്പൊ ചിലപ്പോൾ അവർ നിഷേധിക്കും. ഒപ്പിട്ട് കൊടുത്തിട്ടും അറിഞ്ഞിട്ടില്ല എന്ന സത്യമാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ രാമങ്കരിലെയും കുട്ടനാട്ടിലെയും പല നേതാക്കന്മാർക്കും കോൺഗ്രസിന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, BJP-യെ എതിർക്കാൻ ഇന്ത്യ സഖ്യം രൂപപ്പെട്ട് വരിക. ഇന്ത്യയിൽ BJP എതിർക്കാൻ. അപ്പോൾ അത് കേരളത്തിൽ ആരംഭിച്ച രാമങ്കരിയെ അഭിമാനിക്കാം. ഭാവിയിൽ ചരിത്രത്തിൽ രാമങ്കരി CPM-ന്റെയും കോൺഗ്രസിന്റെയും പേര് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. മാവേലിക്കര മണ്ഡലത്തിൽ CPI പ്രതിനിധിയാണ് LDF സ്ഥാനാർത്ഥിയായിരുന്നതെന്നത് ആരോപണത്തിന്റെ ഗൗരവം കൂട്ടുന്നു. രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ CPI പ്രകടനം കടന്നുപോയപ്പോൾ ഒരു വിഭാഗം CPM-കാർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് കൂകി വിളിച്ചു. കുട്ടനാട്ടിൽ വരും ദിവസങ്ങളിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള പോര് ശക്തമാകുമെന്നതിന്റെ സൂചനകളാണിത്. ജനം, ആലപ്പുഴ.